നമസ്കാരം. ന്യൂസ് 18 മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്നുള്ളത് പത്തനംതിട്ടയുടെ മണ്ണിലാണ്. രാഷ്ട്രീയ ചൂടിൽ തിളച്ചുമറിയുകയാണ് പത്തനംതിട്ട. പക്ഷേ ഇന്നലെ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒരു കൃത്യമായൊരു വേനൽ മഴ സംഭവിച്ചു. അതിന്റെ ഒരു കുളിര് ഇന്ന് രാവിലെ പത്തനംതിട്ടയിലുണ്ട്. ഞങ്ങളുള്ളത് ഇൻഡോർ ഈ സ്റ്റേഡിയത്തിലാണ്, പത്തനംതിട്ടയിലെ വളരെ പ്രശസ്തമായ ഒരു സ്റ്റേഡിയത്തിലാണ്. അവിടെ ഒരുപാട് ആളുകൾ രാവിലെ പ്രഭാത നടത്തത്തിനും മറ്റുമായി വരുന്നുണ്ട്. ഇവിടെ കായിക വിനോദങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി 2 തവണയും പത്തനംതിട്ടയിൽ വന്നപ്പോൾ ഈ സ്റ്റേഡിയത്തിലാണ് വന്നത്. അന്നൊക്കെ ഇവിടെ വലിയ ജനക്കൂട്ടമായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇനിയും ഒരു തവണ കൂടി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഇവിടെയുള്ളത്. നമുക്കറിയാം പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ കുറിച്ച്. ആന്റണി സിറ്റിംഗ് എം പി, പത്തനംതിട്ടയുടെ സിറ്റിംഗ് എം പി ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഒപ്പം തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ നിന്ന് CPM പാർട്ടിയിലെ കരുത്തനായ തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ നിന്ന് CPM ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു സ്ഥാനാർത്ഥിയായി. അനിൽ ആന്റണി സാക്ഷാൽ AK ആന്റണിയുടെ മകൻ BJPയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ തവണത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കിയാൽ ഇവിടെ ഒരു ത്രികോണ മത്സരം നടന്നു എന്ന് കരുതാവുന്ന തരത്തിലുള്ള കാര്യമാണ്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ചത്. 2,97,000 വോട്ടുകൾ നേടി വലിയ പോരാട്ടം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ്. അങ്ങനെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ഒരു ത്രികോണ പോരാട്ടം സംസ്ഥാനത്ത് നടക്കുന്ന മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഒരു മത്സരമാണ്. ഇവിടെ പുൽവാമ വിഷയമൊക്കെ ചർച്ചയായിട്ടുണ്ട്. ഈ ആന്റണിയുടെ പ്രസ്താവന അടക്കം ചർച്ചയാക്കിയിട്ടുണ്ട് അനിൽ ആന്റണി. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് പത്തനംതിട്ടയുള്ളത്. അതോടൊപ്പം കിരൺ ബാബു കൂടിയുണ്ട്. വിശകലന വിദഗ്ധൻ കൂടിയായ ശ്രീ കിരൺ ബാബു കൂടി ഉണ്ട്. കിരൺ, കഴിഞ്ഞ തവണത്തെ മത്സരം ശ്രദ്ധേയമായത് ശബരിമലയുടെ പശ്ചാത്തലത്തിലായിരുന്നു അല്ലെ? ശബരിമലയുടെ ജില്ലയാണ് പത്തനംതിട്ട. അവിടെ സ്വാഭാവികമായും ശബരിമല വലിയ ചർച്ചയായി. K സുരേന്ദ്രന്റെ BJP അവതരിപ്പിക്കുന്നു. വലിയ പോരാട്ടം, ഇവിടെ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി ഉണ്ടാകുന്നു. അത് തന്നെ സംഭവിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആന്റണി ജയിച്ചു കയറുന്നു. എല്ലാ മണ്ഡലങ്ങളിലും സംഭവിച്ചതുപോലെ ശബരിമലയും ഗുണം ചെയ്ത് കോൺഗ്രസിനാണ് പത്തനംതിട്ടയിൽ. ഈ പത്തനംതിട്ടയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ മണ്ഡലം രൂപീകരിച്ച ശേഷം, പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച ശേഷം 2009 മുതൽ ഒരു MP മാത്രമേ ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. 3 തെരഞ്ഞെടുപ്പിലും ആന്റണി മാത്രമാണ്. അതിൽ ആന്റണിയുടെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത് 50% മേൽ വോട്ട് വാങ്ങിക്കൊണ്ടുള്ള ഏറ്റവും ആധികാരികമായ വിജയമായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ BJPയുടെ വോട്ട് രാധാകൃഷ്ണ മേനോനായിരുന്നു മത്സരിച്ചത്. 50,000 താഴെയായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്ക് ആന്റണിയുടെ വോട്ടിനകത്ത് കാര്യമായ കുറവ് സംഭവിച്ചപ്പോഴും ആന്റണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഫിലിപ്പോസ് തോമസ് കോൺഗ്രസിൽ നിന്ന് വന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അവിടെ വിജയിക്കാൻ സാധിച്ചു. BJP വോട്ട് ഏകദേശം ഒരു 1.5 ലക്ഷത്തിനടുത്തേക്ക് വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ തവണയാണ് പത്തനംതിട്ട ഒരു ത്രികോണ മത്സരം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. അതിനു മുമ്പൊന്നും അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിന്റെ ഘട്ടമുള്ളതല്ല. അന്ന് ഏറ്റവും വലിയ പ്രത്യേകത ശബരിമല, രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ്. ശബരിമലയിലെ സമരമൊക്കെ ഏറ്റവും കൂടുതൽ വൈകാരികമായും അല്ലാതെയൊക്കെ ബാധിക്കും എന്നുള്ള ഒരു മണ്ഡലമായിരുന്നു. ഏറ്റവും കൂടുതൽ സമരങ്ങളൊക്കെ നടന്ന മണ്ഡലം കൂടിയാണ്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. സ്വാഭാവികമായും BJP അവിടെ ഈ ശബരിമലയിലെ അയ്യപ്പന്റെ മണ്ണ് ഞങ്ങൾ വീണ്ടെടുക്കും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലൊക്കെ നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് ഇവിടെ പ്രചരണത്തിനൊക്കെ നേതൃത്വം നൽകി. BJP ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു പത്തനംതിട്ട. ആ ഘട്ടത്തിൽ അവിടെ കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ വോട്ട് കുറയുകയും K സുരേന്ദ്രൻ 2,97,000 വോട്ടിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ എത്തിയെങ്കിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായത്. 2ാം സ്ഥാനത്ത് വീണ ജോർജാണ് മത്സരിച്ചത്. വീണ ജോർജ് നല്ല മത്സരമാണ് അന്ന് കാഴ്ചവെച്ചത്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് മികച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു വീണ ജോർജ്. അങ്ങനെ വീണ ജോർജ് മികച്ച മത്സരം കാഴ്ചവെക്കുന്നു. 1ാം സ്ഥാനം, വോട്ടൊക്കെ കുറഞ്ഞതിൽ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ വലിയ കുറവുണ്ടായെങ്കിലും ആദ്യ ഘട്ടത്തിൽ കിട്ടിയ 4 ലക്ഷം മാർക്ക് പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും ആന്റണിക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. വോട്ടിന്റെ ആകെ എണ്ണം കൂടുമ്പോഴും ആന്റണിയുടെ വോട്ട് ആ തരത്തിൽ വർദ്ധിച്ചിട്ടില്ല. പക്ഷേ ഈ രണ്ടായി എതിർ ഭാഗത്ത് നിൽക്കുന്ന വോട്ടുകൾ നന്നായി വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്തവണയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത്തവണ K സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്കും ശബരിമല അതിലെല്ലാം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. അതിനു പകരം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി വരുന്നു. പക്ഷേ BJPയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് 2ാം സ്ഥാനം കിട്ടിയ തിരുവനന്തപുരം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതമുള്ള ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി കഴിഞ്ഞ അടുത്ത കണക്കുവെച്ചുകൾ പത്തനംതിട്ടയാണ്. തൃശ്ശൂരിനേക്കാൾ പത്തനംതിട്ടയാണ് കൂടുതൽ വോട്ട് വിഹിതമുള്ള കോൺസ്റ്റിറ്റ്യുവൻസി. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അനിൽ ആന്റണിയെ പോലെ ഒരു നേതാവിനെ മത്സരിക്കുന്നു. സ്വാഭാവികമായും BJPയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആന്റണിയുടെ മകൻ എന്നുള്ള ആന്റണിക്ക് വലിയ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. ആന്റണിയുടെയൊക്കെ സ്ഥാനാർത്ഥികളിലൊക്കെ നിർണായകമായ പങ്കുവഹിച്ച ആൾ കൂടിയാണ്
ആന്റോ ആന്റണിക്ക് സീറ്റ് വാങ്ങി നൽകുന്നതിൽ ആന്റോ ആന്റണി കോട്ടയത്ത് പരാജയപ്പെട്ട ശേഷം പത്തനംതിട്ട സീറ്റ് നൽകുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ എ കെ ആന്റണി ആന്റണിയുടെ മകൻ ഇപ്പോൾ എതിരാളിയായി നിൽക്കുന്നു. ഇത്തവണയും ഈ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ച വോട്ട് ഇത്തവണ പിടിക്കുമോ അതോ അതിൽ കൂടുതൽ പിടിക്കുമോ, അല്ലെങ്കിൽ ആ വോട്ട് കുറഞ്ഞാൽ അത് ആർക്കാവും ഗുണം ചെയ്യുക എന്നുള്ളൊരു വലിയ ചോദ്യം നിൽപ്പുണ്ട്. അത് ഇടതുമുന്നണി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇടതുമുന്നണി വളരെ നേരത്തെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ ചുമതല നൽകിയത് തോമസ് ഐസക്കിനാണ്. അത് അറിയാം, വളരെ മുൻകൂട്ടി തന്നെയുള്ള അത്ര ഒരു തീരുമാനങ്ങൾ പലപ്പോഴും CPM അത്തരം തീരുമാനങ്ങളൊക്കെ പുറത്തുവിട്ടില്ലെങ്കിലും വളരെ മുൻകൂട്ടി എടുക്കാറുണ്ട്. നമ്മളൊരു 4-5 മാസം മുമ്പ് നടത്തിയ ഇവിടെ ആരാവും സ്ഥാനാർത്ഥിയിലും നമ്മളന്ന് ഐസക്കിന്റെ പേരാണ് നൽകിയിരുന്നത്. ഐസക്കിന്റെ പേര് നൽകുമ്പോഴൊക്കെ പലരും ചോദിച്ചിരുന്നു, ഐസക്ക് പത്തനംതിട്ട പോയി മത്സരിക്കും, ആലപ്പുഴയല്ലേ ഐസക്ക് മത്സരിക്കുന്നെങ്കിൽ തന്നെ ഐസക്ക് മത്സരരംഗത്തെ ഇല്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ മത്സരരംഗത്തെ ഇല്ല എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹത്തിനെയും. അത് അവർ കൃത്യമായ ഒരു തീരുമാനമൊക്കെ എടുത്ത് ഇവിടുത്തെ പത്തനംതിട്ടയിലേക്ക് വരുന്നു. പത്തനംതിട്ടയിൽ ഐസക്കിനെ ആലോചിക്കുമ്പോൾ ഇവിടുത്തെ മത സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറം തോമസ് ഐസക് എന്ന് പറയുന്ന ധനമന്ത്രിക്ക് പ്രത്യേകിച്ച് കേരള സമൂഹത്തിനിടയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പോൾ ഈ തവണ BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു വലിയ ശബരിമലയുടെ മൂവ്മെന്റ് കഴിഞ്ഞുണ്ടായ വോട്ടിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ ആ വോട്ട് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി 3 തവണയായി വിജയിക്കുന്നു. സ്വാഭാവികമായും 3 തവണയും വിജയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ മാറ്റമുണ്ട്. പക്ഷേ ഇവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഇത് 2 മണ്ഡലം കോട്ടയം ജില്ലയിലും ബാക്കി 5 മണ്ഡലങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട്. ഈ 2 മണ്ഡലം എന്ന് പറയുന്നത് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളിയാണ്. പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളിയുടെ രണ്ടിടത്തും ഇപ്പോൾ ഭരണം MLA മാർ കേരള കോൺഗ്രസ് MLA മാരാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ കഴിഞ്ഞ തവണ ആന്റോ ആന്റണി വിജയിച്ച ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലത്തിലും പത്തനംതിട്ടയിലാന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു വിജയമൊന്നും നേരത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും അടൂർ പ്രകാശിന്റെ മണ്ഡലം ഒരിക്കലും കോന്നി വിട്ടുതലാൻ കോൺഗ്രസിന്റെ മാത്രം കുറച്ചു നിന്ന മണ്ഡലമാണ്. അത് അടൂർ പ്രകാശ് മാറിയോടുകൂടി ആ മണ്ഡലം UDFന്റെ നിന്ന് കോൺഗ്രസിന് കൈവിട്ടു പോകുന്നു. ഈ പത്തനംതിട്ടയിലെ 7 മണ്ഡലങ്ങളും പൂർണ്ണമായും LDFന്റെ കയ്യിൽ തന്നെയാണ്. പക്ഷേ ഈ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങൾ, ഈ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ നിന്ന് എത്രത്തോളം വോട്ട്, അവിടെയാണ് യഥാർത്ഥത്തിൽ ആന്റോ ആന്റണിയുടെ ഏറ്റവും വലിയ വിജയ സമവാക്യം നിൽക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യത എപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു സ്വാധീനമുണ്ട്. ഇതിനെ മറികടക്കാൻ കേരള കോൺഗ്രസിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളി ഇതാണ്. അവിടെ ജയിച്ചത് കേരള കോൺഗ്രസ് ആണ്. അപ്പോൾ കേരള കോൺഗ്രസിന് ആ വോട്ട്, കേരള കോൺഗ്രസിന് കിട്ടിയ വോട്ടുകൾ അത് LDFിലേക്ക് അല്ലെങ്കിൽ തോമസ് ഐസക്കിലേക്ക് എത്തിക്കാൻ കഴിയുമോ, അതോ പരമ്പരാഗതമായി തന്നെ അവിടുത്തെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവമായ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ കാലത്ത് എല്ലാ കാലത്തും മറ്റു മണ്ഡലങ്ങളൊക്കെ പിടിച്ചു നിൽക്കുമ്പോഴും വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരുന്ന ഈ മണ്ഡലങ്ങളെ തിരിച്ച് അവിടെ തന്നെ നിർത്താൻ ആന്റോ ആന്റണി കഴിയൂ. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിന്റെ കൂടി ഇവിടുത്തെ ജയപരാജയത്തിൽ കേരള കോൺഗ്രസിന്റെ പങ്ക് എന്നതുകൂടി സ്വാഭാവികമായും പ്രധാനമാണ്. ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇടതുമുന്നണിക്കൊപ്പം എത്രത്തോളം ഉറച്ചു നിൽക്കുന്നതിൽ അവരുടെ വോട്ട് ബാങ്ക് എത്രത്തോളം അവിടെ എത്തിക്കാൻ കഴിയുന്നു. കേരള കോൺഗ്രസുകളുടെ ഒരു രാഷ്ട്രീയ പരീക്ഷണശാല കേരള കോൺഗ്രസ് ഇടതുമുന്നിൽ വന്ന ശേഷം എത്രത്തോളം സ്വാധീനം അത്, അല്ലെങ്കിൽ LDFന് എത്രത്തോളം അത് ഗുണം ചെയ്തു എന്നുള്ള പ്രധാന ചോദ്യത്തിന് ഉത്തരം കൂടി പത്തനംതിട്ടയിൽ ലഭിക്കുമെന്ന് കരുതാം. കിരൺ പറഞ്ഞു. ഞാൻ ഈ അനിൽ ആന്റണിയുമായി നേരത്തെ ഒരു ദീർഘനേരമുള്ള അഭിമുഖം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടത്തിയിരുന്നു. അന്ന് മോദി ബന്ദ് ദിവസമാണ് അഭിമുഖം നടത്തിയത്. അദ്ദേഹം ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ്. ഈ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾക്കപ്പുറത്തുള്ള ഒരു ക്രമാനുഗതമായ വളർച്ച പത്തനംതിട്ട മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അനിൽ ആന്റണി പങ്കുവെക്കുന്നുണ്ട്. പുൽവാമ വിഷയം നമുക്കറിയാം. ഇവിടുത്തെ MP-യുടെ പ്രസ്താവന, പാകിസ്ഥാൻ അതിൽ യഥാർത്ഥത്തിൽ പ്രതികളല്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയൊക്കെ വലിയ ചർച്ചയായി. ഇന്ത്യയുടെ വീഴ്ചയാണ് എന്ന് പറയുന്നതൊക്കെ അനിൽ ആന്റണി എന്ന് വലിയ ചർച്ചയാക്കിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഒപ്പം നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ അത് എണ്ണിപ്പറഞ്ഞാണ് അനിൽ ആന്റണിക്ക് മിസോറാമിന്റെ ചുമതല കൂടിയുള്ള BJPയുടെ ദേശീയ നേതാവ് കൂടിയാണിപ്പോൾ. അത് ആ തരത്തിൽ പല സ്റ്റേറ്റുകളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ മോദിയുമായി ബന്ധപ്പെട്ട BJP സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞാണ് അനിൽ ആന്റണി ഒക്കെ വോട്ട് പിടിക്കുന്നത്. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ എത്രത്തോളം ഏതൊക്കെ മേഖലകളിലുള്ള സ്വാധീനമാണ് കൂടുക കുറയുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. ഇന്ന് കിരൺ, ഏതായാലും ഇന്ന് ദുഃഖവെള്ളി ദിവസമാണ്, അവധിയാണ്. നമ്മുടെ സ്ഥാനാർത്ഥികൾ ആരും ഇന്ന് സ്ഥലത്തില്ലെന്ന് വെച്ചാൽ കളത്തിലുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അപ്പോൾ ഇന്ന് അവരുടെ ഒരു വിശ്വാസപരമായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തോമസ് ഐസക് പത്തനംതിട്ട ജില്ലയിലേ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അനിൽ ആന്റണി എറണാകുളത്താണ്. ആന്റോ ആന്റണി ഒരു പക്ഷേ ഇദ്ദേഹം ഈ പള്ളിയിലെ പ്രാർത്ഥനകളും മറ്റും ഇദ്ദേഹം രാവിലെ കാണാൻ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അതിനുശേഷം അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തെ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പത്തനംതിട്ട ഏറെ മുന്നേറിയിട്ടുണ്ട്. കാരണം താരതമ്യേന ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പര്യടനം തുടങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട എന്നുള്ളതാണ്.
നമുക്ക് പത്തനംതിട്ടയുടെ മറ്റു ചില സാഹചര്യങ്ങളിലേക്ക് കൂടി പോകണം. കാരണം ശബരിമല മാത്രമല്ലല്ലോ ഇവിടെ ചർച്ചയാവുക അല്ലെ. ഇത്തവണ ശബരിമലയുടെ ഒരു പ്രഭാവമൊന്നുമില്ല, കാര്യമായി അത് ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. നരേന്ദ്രമോദി വന്ന ഒരു ദിവസം പ്രസംഗത്തിലൊക്കെ അത് പറഞ്ഞുവെങ്കിൽ പോലും അത് കാര്യമായി കാണുന്നില്ല. അതിനപ്പുറത്ത് ഈ ആന്റണിക്കെതിരെയുള്ള ചില നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നേരത്തെ കനകയിൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആന്റോയെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആന്റോ നേടിയ ഭൂരിപക്ഷം, നേരത്തെ കിരൺ പറഞ്ഞ പോലെ ക്രമാനുഗതമായി ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആന്റോയെ തന്നെ അവതരിപ്പിച്ചാണ്. കോൺഗ്രസിന് മറ്റൊരാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പ്രാദേശികമായ ചില എതിർപ്പുകൾ കൂടി, അത്തരം നിരവധി ഘടകങ്ങൾ കൂടി ഉണ്ടാവുമല്ലോ അല്ലെ, ഈ എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ. രഞ്ജിത്തെ, പ്രധാനമായും ഈ പത്തനംതിട്ട ജില്ലയിൽ എന്നും കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ പാർട്ടി മാറുന്ന അവസ്ഥ ഈ ഏറ്റവും അവസാനം അടക്കം കണ്ടു. അത് അത്തരം തർക്കങ്ങളൊക്കെ ഇവിടെ വളരെ സ്വാഭാവികമാണ്. അത് കോൺഗ്രസിൽ മാത്രമായിരുന്നില്ല, CPM-ലെ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടായിരുന്ന ഘട്ടത്തിലും പത്തനംതിട്ടയിൽ ആ തരത്തിലേക്കുള്ള വലിയ തരത്തിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആ തരത്തിൽ എല്ലാ ഘട്ടത്തിലും ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ ശബരിമല വിഷയം ഒരു ഇത്തവണത്തേക്ക് ഒരു ലോക്സഭയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറും എന്ന് തോന്നുന്നില്ല. അത് ഒരു സമയത്ത് വന്ന വിഷയമാണ്. അതിന് ആ സമയത്ത് അത്തരത്തിലൊക്കെ ആളുകൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ അനുകൂലമായും എതിർത്തും ഒക്കെ ആളുകളുടെ വോട്ട് മുന്നണികൾക്ക് വരികയും ഒക്കെ ചെയ്ത് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടു ആ ശബരിമല ഒന്നും വിഷയമേ ആയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ട് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമേ ആയില്ല. ഈ തവണയും അതൊരു വലിയ വിഷയമാണെന്ന് തോന്നുന്നില്ല. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പത്തനംതിട്ട ലോക്സഭാ കോൺസ്റ്റിറ്റ്യൂൻസി ഉണ്ടായ ശേഷം പത്തനംതിട്ടയ്ക്ക് ഒരു MP മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ആന്റണിയാണ്. കോട്ടയത്ത് നിന്ന് കോട്ടയം DC പ്രസിഡന്റ് ആയിരുന്ന ആന്റണിയാണ് പത്തനംതിട്ട വന്ന് മത്സരിക്കുന്നതും അവിടെ നിന്ന് വിജയിക്കുന്നതും. തുടർച്ചയായി 3 തവണ ഉണ്ടായിരുന്നതിന്റെ ഒരു പ്ലസ് പോയിന്റുകൾ കുറെ കാണും. സ്വാഭാവികമായും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ 3 തവണ ഇരുന്ന ഒരു MP സ്വാഭാവികമായും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ തരത്തിലേക്ക് ജനങ്ങളുമായി, താഴെത്തട്ടിലൊക്കെ ജനങ്ങളുമായിട്ട് അത്തരത്തിലേക്ക് ഒരു വലിയ ബന്ധമുണ്ട്. ഇതൊക്കെ പ്ലസ് പോയിന്റുകളാണ്. പക്ഷേ നെഗറ്റീവായി വരാനുള്ള സാധ്യതയുള്ളത് ആരായാലും കുറെ കാലം ഇരുന്ന ഒരാളോട് സ്വാഭാവികമായും ഒരു വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ അനുകൂലിച്ചിരുന്ന ഒരാളുകൾക്ക് ഒരു എതിരായ ഒരു വികാരം കൂടി ഉണ്ടാവും. പക്ഷെ അത് എവിടെയാണ് കൂടുതൽ, പ്ലസ് ആണോ കൂടുതൽ മൈനസ് ആണോ കൂടുതൽ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. വ്യക്തിപരമായി തന്നെ ഒരു മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ CPM കാണുന്നതാണ്. ആശയപരമായും രാഷ്ട്രീയമായും മത്സരിക്കുന്നതിനൊപ്പം തന്നെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തോമസ് ഐസക്കിനുള്ള ഒരു സ്വാധീനം, അത് സാധാരണക്കാരായ ആളുകൾ പ്രധാനമായും എനിക്ക് തോന്നുന്നു CPM കാണുന്നത് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ ഉണ്ടാക്കിയതുപോലെ ഒരു വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതൊരു അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഈ ശബരിമല നിൽക്കുന്ന സ്ഥലം എന്ന നിലയ്ക്ക് ഉണ്ടായ ഒരു പ്രത്യേകത കൂടിയാണ്. അത് അങ്ങനെ ഉണ്ടാകാൻ കഴിഞ്ഞില്ല എങ്കിൽ BJP വോട്ടിലടക്കം കാര്യമായ ആ വികാരം മറികടന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും എല്ലാ സീറ്റുകളും ഇടതുമുന്നണിക്ക് പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ ഏകദേശം അന്ന് BJP സുരേന്ദ്രൻ നേടിയ വോട്ടുകളിൽ ഏകദേശം 1,30,000-ഓളം വോട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPക്ക് കുറഞ്ഞത്. അപ്പോൾ അതിന്റെ ഒരു സാഹചര്യം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ കുറഞ്ഞ ഇപ്പോഴും അതിന് തിരിച്ചുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം സാധ്യമാകുന്ന ചോദ്യമുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണി പ്രധാനമായും കണ്ടുവെക്കുന്നത്. അന്ന് വൈകാര്യമായി പ്രതികരിച്ചവർ ഇന്നിപ്പോൾ എങ്ങോട്ട് വരും? അവരെ സംബന്ധിച്ചിടത്തോളം ആന്റണിക്ക് ബദലായി ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കിടയിൽ പൊതുവെ രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകൾ പോലും, ഏതെങ്കിലും കടുത്ത പാർട്ടിക്കാരല്ലാത്ത ആളുകൾക്ക് പോലും സ്വീകാര്യനായ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇടതുമുന്നണി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോമസ് ഐസക്കിനെ, ആലപ്പുഴയിൽ നിന്നുള്ള നേതാവാണ് തോമസ് ഐസക്. പക്ഷേ കേരളം സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടൊക്കെ ദീർഘകാലം പ്രവർത്തിക്കുകയും എല്ലാം ചെയ്ത കേരളത്തിൽ നിറഞ്ഞു നിന്ന ധനമന്ത്രിയായിട്ട് പലതവണ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിന് തന്നെ പത്തനംതിട്ടയുടെ ചുമതല കൊടുക്കുന്നു. അദ്ദേഹം ദീർഘകാലമായി, കഴിഞ്ഞ 1-2 വർഷത്തിലേറെ കാലമായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. അന്നെല്ലാം പാർട്ടി പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ ഒരു നിലപാട് കാണും. ഐസക്കിനെ ഇവിടെ ഒരു ചുമതല നൽകി വിടുമ്പോൾ സ്വാഭാവികമായും ഇവിടത്തെ ഒരു ആവശ്യം വന്നാൽ ഐസക്കിനെ പോലെ ഒരാളെ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് ഇറക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അവസാനം ഐസക്ക് ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. ആ ഐസക്കിന്റെ പ്ലസ് പോയിന്റുകളാണ് പ്രധാനമായും ഇടതുമുന്നണി ഒരു വോട്ടായി മാറും. രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് അത്തരത്തിൽ വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി നിൽക്കുന്നത്. സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് അത്തരത്തിൽ പ്രതീക്ഷിക്കാൻ കുറേയേറെ ഘടകങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പത്തനംതിട്ടയെ സംബന്ധിച്ച് ലോക്സഭ ചരിത്രം പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയപരമായി ഇടതുമുന്നണിക്ക് ഒരിക്കലും അനുകൂലമായ ഒരു അന്തരീക്ഷം പത്തനംതിട്ടയുടെ മറ്റൊരു കാര്യം, ഈ പാളയം പള്ളിയിൽ ഇപ്പോ പ്രദക്ഷിണം നടക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ദുഃഖവെള്ളിയാണ്. ശശി തരൂരും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളായ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാളയം പള്ളിയിലാണ്. ഇന്ന് നമുക്കറിയാം വിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പത്തനംതിട്ടയിലും അതിന്റെ അലയൊലികളുണ്ട്. ഇന്ന് ദുഃഖവെള്ളി ദിവസമാണ് പത്തനംതിട്ടയിൽ. ഈ നമുക്കറിയാം അത്തരത്തിൽ ക്രിസ്തുമത വിശ്വാസികൾ ആചരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രനും ഒപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി തരൂരും പാളയം പള്ളിയിലെ ഈ പ്രദക്ഷിണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളി, നാളെ മറ്റന്നാൾ ഈസ്റ്ററിന്റെ ആഘോഷത്തിലേക്ക് കൂടി ക്രിസ്ത്യൻ മതവിശ്വാസികൾ കടക്കും. 2-3 ദിവസം ഏതായാലും
സ്ഥാനാർത്ഥികൾക്കും ഏതാണ്ട് അവർ അവധിയിലാണ്. അവരൊക്കെ തിങ്കളാഴ്ച മുതലേ ഇനി സജീവമാവുകയുള്ളൂ എന്നാണ് നമ്മളോട് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ക്രിസ്ത്യൻ മതവിശ്വാസികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്നത്തെ ദിവസം പ്രചരണ പരിപാടികൾ നടത്തുന്നതിനകത്തുള്ളൊരു അഭംഗിയുണ്ട്. അതുകൂടി ചേർത്ത് വായിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ വലിയ മഴ ഇവിടെ ഉണ്ടായി. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിക്കാനായി എത്തിയിരിക്കുന്ന സ്ഥിരമായി എന്നും രാവിലെ എത്തുന്ന ആളുകളാണ്. അവർ ചെറുപ്പക്കാരായുള്ള ഒരുപാട് പേരുണ്ട്. നടക്കുന്ന മോർണിംഗ് വാക്കിന് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ സജീവമായ ഒരു സ്ഥലമാണ് ഈ പത്തനംതിട്ടയിലെ ഈ സ്റ്റേഡിയം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് ഈ ഈസ്റ്റർ ദിനമായതുകൊണ്ടായിരിക്കാം. കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ദുഃഖവെള്ളി ദിവസമായതുകൊണ്ട് പള്ളിയിലെ പ്രാർത്ഥനകൾക്കൊക്കെ പങ്കെടുക്കാനായി വിശ്വാസികൾ പോയതുകൊണ്ടായിരിക്കാം ആളുകളുടെ ഒരു ചെറിയ കുറവുണ്ട്. പക്ഷെ അപ്പോഴും അത്യാവശ്യം ആളുകളുണ്ട് ഇവിടെ. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ക്രിക്കറ്റ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആളുകൾ ഉള്ളത് എന്നുള്ളതാണ്. അവരൊക്കെ കിരണ അങ്ങോട്ടേക്ക് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഏതായാലും ഇത്തരത്തിലാണ്. പക്ഷെ ഇവരൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ അതിന് മറുപടി പറയാനോ അതിൽ നമ്മൾ കാര്യമായി പ്രതികരിക്കാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടണ്ട. അവർക്ക് കൃത്യമായ രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ അങ്ങനെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് അപകടത്തിൽ ചെന്ന് ചാടണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കാം അവരൊന്നും അങ്ങനെ കൃത്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല. ഏതായാലും കളിക്കുള്ള സമയമാണ്. ക്രിക്കറ്റ് ടൂർണമെന്റ് ഇപ്പോൾ പരസ്പരം ഈ പരിശീലന മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഈ ചില ക്ലബ്ബുകളുടെയൊക്കെ ഭാഗമായി അവർ കളിക്കാനായി വരുന്നവരാണ് എന്ന് തോന്നുന്നു. എന്നും രാവിലെ ഉണ്ടോ ഇവിടെ കളി? എന്നും ഉണ്ടോ? എത്ര പേരൊക്കെ? ആരെങ്കിലും സംസാരിക്കും? എന്നും രാവിലെ ഉണ്ടോ അവിടെ മത്സരം? എന്നും രാവിലെ എത്ര പേരൊക്കെ പങ്കെടുക്കും? 15-16 പേര് പങ്കെടുക്കും. നിങ്ങളെ ക്ലബ്ബുകളുടെ ഏതൊരു ക്ലബിന്റെ ഭാഗമാണ്? ഫ്രണ്ട്ഷിപ്പ് ആണ്. എവിടെയാ ജോലി ചെയ്യുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എഞ്ചിനീയറാണ്. ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, കടയുണ്ട്, പെയിന്റ് കടയുണ്ട്. പത്തനംതിട്ടക്കാരാണോ? എല്ലാവരും പത്തനംതിട്ടക്കാരാണ്. അപ്പൊ ഈ എല്ലാ ദിവസവും രാവിലെ വരും? എല്ലാ ദിവസവും. ഇന്ന് ഈ അവധി ദിവസമാണല്ലോ. ആളിന്റെ കുറവുണ്ടോ? അതോ കുറവുണ്ട്. ആളുകൾ പള്ളിയിലൊക്കെ പോയി. എങ്ങനെയാ രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യം അറിയാമോ? സ്ഥാനാർത്ഥികളെ അറിയാമോ? പത്തനംതിട്ടയിലെ ആരൊക്കെയാണ്? ആന്റോ ആന്റണിയും നമ്മുടെ തോമസ് സാറും പിന്നെ അനിൽ. വോട്ട് ചെയ്യാൻ പോവല്ലേ? പോകും. ഓക്കെ, ശരി. എന്താ പേരെന്താ? എൻ്റെ ഒരു ഷെബീർ. ഇവിടെ പത്തനംതിട്ടയാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഇൻഡസ് മോട്ടോഴ്സ് മാരുതിയുടെ ഷോറൂമിലാണ്. എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരും അല്ലേ? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. തിരക്കുള്ള ജോലിയല്ലേ? സെയിൽസിലാണ്. എങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുണ്ടോ? രാഷ്ട്രീയം വലുതായിട്ടില്ല. തെരഞ്ഞെടുപ്പ് എന്തായാലും വോട്ട് ചെയ്യും. ഇവിടെ എങ്ങനെയാ മത്സരം? എങ്ങനെയുണ്ട്? ശക്തമായ മത്സരമാണോ? വലിയ ഇപ്പോൾ ശക്തമാണെന്ന് പറയാനില്ല. കാരണം ആന്റോ ആന്റണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പഴയ കാലങ്ങളിൽ ഒന്നും വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു, കുറവായിരുന്നു. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ പത്തനംതിട്ട വലിയ പ്രാധാന്യം കുറവാണ്. സാജിദ് ഐസക്കിനാണ്. അതെ. ആണല്ലേ? പാർട്ടി പ്രവർത്തകനാണോ? പാർട്ടി വിശ്വസിക്കുന്ന ആളാണോ? അതെ. ഐസക്ക് നല്ല പ്രവർത്തനമാണല്ലേ? അതെ. പത്തനംതിട്ട നമുക്കറിയില്ല, പക്ഷെ പൊതുവെ നല്ലൊരു നേതാവാണ്. അത് ശരി. അപ്പൊ ഇപ്പൊ കളി തുടങ്ങും അല്ലേ? ഏതായാലും ഇതേ സംസാരിക്കും അല്ലേ? ആരായിരിക്കും പറയാനുള്ളത്? എന്താ പേരെന്താ? രാഹുൽ. എവിടെയോ പത്തനംതിട്ട തന്നെയാണോ? രാവിലെ എല്ലാ ദിവസവും കളിക്കാൻ വരും അല്ലേ? ഇല്ല, കുറവാണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഇൻഡസ് മോട്ടോഴ്സ്. നിങ്ങൾ എന്തോ ഇൻഡസ് മോട്ടോഴ്സ് തരാം അല്ലേ? രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. തെരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സ്ഥാനാർത്ഥികൾ ആരും വന്നോ വീട്ടിൽ കാണാൻ? ഇല്ല, വന്നിട്ടില്ല. രാവിലെ വർക്കിന് പോകുന്ന അറിയില്ല, വന്നിട്ട് പോയോന്ന് അറിയില്ല. അല്ല, നോട്ടീസും എന്തെങ്കിലും കാണുമല്ലോ അവിടെ അല്ലേ? ഈ തെരഞ്ഞെടുപ്പിലൊക്കെ എന്ത് വിഷയങ്ങൾ ചർച്ചയാവണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? രാഷ്ട്രീയമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ നിർണ്ണയിക്കുന്നതല്ല. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ആവേണ്ടത്? ഇപ്പോഴത്തെ വിലക്കയറ്റം, ഇപ്പോഴത്തെ ജനജീവിതം, അങ്ങനെയൊക്കെ. പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതീക്ഷ വരണ്ടാകുന്നില്ല. അപ്പോൾ അത് ഏത് തരത്തിലേക്കുള്ള വിഷയങ്ങൾ, യുവാക്കളുടെ വിഷയങ്ങൾ, അതെന്തെല്ലാമാണ്? എന്ത് വിഷയത്തെ കുറിച്ച് സംസാരിച്ചു? ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാർക്ക് രാജ്യത്തെ കുറിച്ചൊക്കെ ഒരു ഭാവിയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും? ഏത് രാഷ്ട്രീയം? ഇപ്പം നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം തന്നെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. ഇപ്പോഴത്തെ സാമ്പത്തിക വ്യവസ്ഥ വെച്ച് നമ്മുടെ സാലറി ഒക്കെ ജീവിച്ചു പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ, പെട്രോളിന്റെ വില അങ്ങനെയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ നമുക്ക് നല്ലതായിരിക്കും. പെട്രോളിന്റെ വിലയും സാധനങ്ങളുടെ വിലയൊക്കെ കുറഞ്ഞു കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. വളരെ പ്രധാനപ്പെട്ടാണ്. മറ്റൊരു ചേട്ടനും കൂടി ഉണ്ട്. നമുക്ക് എന്താ പേരെന്താ? ജാവേദ്.
ക്രിക്കറ്റ് കളിക്കാരനാ? ആണോ? അപ്പം പ്രായമൊന്നും വിഷയമല്ല, കളിയിൽ ഉഷാറാണ്. ക്രിക്കറ്റ് ഫുട്ബോളും എല്ലാം കളിക്കും. എല്ലാം കളി. പഴയ ചെറുപ്പത്തിലെ നല്ല കളിക്കാരനായിരുന്നു. പിന്നെ ക്യാപ്റ്റനായിരുന്നു സെവൻ ആർട്സിന്റെ. ഓക്കെ. ഇപ്പോഴും എന്റെ ക്യാപ്റ്റൻ തന്നെ. ഇപ്പോഴും ക്യാപ്റ്റനാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 44 വയസ്സുണ്ട്. 44 വയസ്സിലും ക്യാപ്റ്റനായിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഇവിടെ? നല്ല കടുത്ത മത്സരമാണോ അതോ അനായാസ ആരിലും ജയിക്കുന്ന അവസ്ഥയാണോ? അല്ല, ഈസി ആയിട്ട് ആന്റോ ആന്റണി ജയിക്കും. ആന്റോ ആന്റണി ഈസി ആയിട്ട് ജയിക്കും. ജനങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, ആന്റോ ആന്റണി ഇത്രയും നാൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മാറ്റി ഒരു നല്ലൊരു സ്ഥാനാർത്ഥി വേണമെന്ന് ജനങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹങ്ങളെ എല്ലാം നിഷ്ഫലമാക്കി പോയി. അതിന് കാരണം ഇപ്പോഴത്തെ എതിർ സ്ഥാനാർത്ഥികളെ അവര് അത്ര സ്ട്രോങ് അല്ല. ഈ തോമസ് ഐസക്കും അനിൽ ആന്റണി സ്ട്രോങ് അല്ല. തോമസ് ഐസക് ആണെങ്കിൽ ഈ മൂന്നാറിലെ വിഷയമൊക്കെ സ്വപ്നയുടെ അതൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ പാടാം. അപ്പൊ അതൊക്കെ ഇവിടെ ഇലക്ഷനെ ബാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബാധിക്കും. അതുമല്ല, തോമസ് ഐസക്കിന്റെ അടുത്ത് ഈ ഇടയ്ക്ക് ഞങ്ങളൊരു കാര്യത്തിന് പോയായിരുന്നു. ഒരു പ്രവാസിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പ്രവാസി 5 വർഷമായിട്ട് ഒരു സ്ഥലം മേടിച്ചായിരുന്നു ഈ തിരുവല്ലയിൽ. അവിടെ ജോളീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു കിച്ചൺ നടത്തുന്നുണ്ട്. ആ കിച്ചണ് രാജൻ വർഗീസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ കമ്മിറ്റി അംഗമാണ് നടത്തുന്നത്. കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് നടത്തുന്നത്. പുള്ളി അവിടുന്ന് മാറാൻ പറഞ്ഞിട്ട് മാറുന്നില്ല, വാടക കൊടുക്കുന്നില്ല, മാറുന്നുമില്ല. പുള്ളി 25,000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അത് 60,000 രൂപയ്ക്ക് മറിച്ചു കൊടുത്തേക്കുക. അങ്ങനെ ഈ പ്രവാസിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുക. അവരാണെങ്കിൽ മാനസികമായിട്ട് അതിന്റെ പരിഹാരം ഐസക് ഉണ്ടാക്കിയില്ലെന്നല്ല, ഐസക് പറയാ ഒരു 50 ലക്ഷം രൂപ കൊടുത്തേരെ എന്നിട്ട് മാറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെ പോയി കണ്ടു. പിന്നെ അവിടെ നമ്മുടെ കേരള അത് പോട്ടെ. അപ്പൊ ഇവിടുത്തെ ഒരു പൊതുവായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം, അവരുടെ തെരഞ്ഞെടുപ്പ് രീതി, ആരാണ് താഴെത്തട്ടിലെല്ലാം ഇറങ്ങി അല്ലെങ്കിൽ വലിയ ആവേശം ഉണ്ടാക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ആന്റോ ആന്റണിക്ക് ഒരിടത്തും ഒരിതും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ സ്ലിപ്പ് കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു. അതായത് ചിറ്റാർ, സീയത്തോട്, ആങ്ങമൂഴി ആ ഭാഗത്ത് സ്ലിപ്പ് കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു. പക്ഷേ മറ്റുള്ളവർ കൊടുത്ത സ്ലിപ്പിൽ ജനങ്ങൾ പോയി വോട്ട് ചെയ്തു. അതാണ് വോട്ടിങ്. എണ്ണിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് അതാണ്. നമ്മളെ കൗണ്ടർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ മനസ്സിലായി. ശരി. എന്തായാലും അദ്ദേഹം ആന്റോ ആന്റണി ഉറപ്പായും വിജയിക്കും എന്ന് തന്നെ കരുതുന്ന, ഈസി വാക്കോറാണെന്ന് കരുതുന്നതാണ്. തൊട്ടു മുമ്പ് കണ്ടയാൾ ഇതേ ഈസിയായി തന്നെ തോമസ് ഐസക് വിജയിക്കുമെന്നും കരുതുന്നു. ഓരോരുത്തരും ഓരോ തരത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ വിലയിരുത്തുന്നത്. എന്തായാലും ഇവരുടെ ഗ്രൗണ്ട് കൂടുതൽ സജീവമായി കഴിഞ്ഞു. ഇനി അധിക നേരം അവർക്ക് കളിക്കാൻ ഉള്ളതാണ്. സംസാരിക്കാം. എന്താ പേര്? രതീഷ്. എന്ത് ചെയ്യുന്നു? ഞാൻ ചെറിയ ബിസിനസ്സാണ്, ഹോട്ടൽ ബിസിനസ്സാണ്. സ്ഥിരം കളിക്കാരനാണോ? തീർച്ചയായും ഗ്രൗണ്ടിലുണ്ട്. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചൂട് പത്തനംതിട്ട? കുഴപ്പമില്ലാത്ത രീതിയിൽ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പഴയ ഒരു സിസ്റ്റം അല്ല ഇപ്പൊ എല്ലാവർക്കും ഒരു ചാൻസ് ആയിട്ട് വന്നു. ഇപ്പോ നിങ്ങളുടെയൊക്കെ റേറ്റിംഗ് ഒക്കെ കാണുമ്പോഴും ഓരോരുത്തരുടെ അഭിപ്രായ സർവേ ഒക്കെ കാണുമ്പോഴും ഇപ്പോഴും ഇവിടെ എല്ലാവരും ഒരു തുല്യ ലെവലിലേക്ക് എത്തിയേക്കുന്നു. ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ ആദ്യമായിട്ടാണ് പത്തനംതിട്ടയിൽ ഈ ഇലക്ഷൻ ഒരു രസമായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവരും വാക്കോവറായിട്ടായിരുന്നു നേരത്തെ എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ കാണുന്നത്. നമ്മളെ കഴിഞ്ഞ തവണ ഭയങ്കര ടൈറ്റ് ഫൈറ്റ് അല്ലായിരുന്നു? അല്ല, എന്നാലും നമുക്ക് ഇവിടെ കോൺഗ്രസിന്റെ ഒരു മുൻകൈയുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരു നോർമലായിട്ട് എല്ലാവരും പറയും കോൺഗ്രസ് ജയിക്കുന്നു. പാർട്ടി ബേസിലുള്ളവരെല്ലാം ആ ബേസിലായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ ആ കോൺഗ്രസ്സുകാർ ജയിക്കും. തോമസ് ഐസക്കിന്റെ കാര്യം പറയുമ്പോൾ തോമസ് ഐസക്ക് ജയിക്കുന്നു. പാർട്ടി ബേസിൽ സംസാരിക്കുന്നു. ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു സംസാരം ആർക്കും വന്നിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം ഒരു രസം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മറ്റേ ലൂസിഫറിലെ ഇപ്പം BJP-യുടെ സ്ഥാനാർത്ഥി ആദ്യം വരുമ്പോൾ എല്ലാവർക്കും എല്ലാവരും നമ്മൾ വായിക്കുന്ന നിങ്ങളുടെയൊക്കെ ഓരോ വാർത്തകളൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആ സ്ഥാനാർത്ഥി മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ലൂസിഫറിലെ പോലെ പുള്ളി മറ്റേ ടൊവിനോ പറയുന്ന പോലെ എനിക്ക് മുണ്ട് മടക്കി കുത്താൻ അറിയാം, വേണമെങ്കിൽ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക്, ആ സ്റ്റാറിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള കുറേ ആൾക്കാർക്ക് ഉള്ളവർക്ക് അയാളെ ഒരു വലിയ കാര്യമായിട്ട് മാറി. കാരണം ഇപ്പം ഇലക്ഷനിൽ BJP-യും കൂടി ഇവിടെ എത്തി. നേരത്തെ BJP ഇല്ലായിരുന്നു. BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. പിന്നെ തോമസ് ഐസക്ക് വേണ്ടായിരുന്നു, വേറൊരു നല്ലൊരു സ്ഥാനാർത്ഥിയോടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായിട്ട് തോന്നി. പിന്നെ പാർട്ടി ബേസിൽ തോമസ് ഐസക്ക് ചിലപ്പം ഇച്ചിരി മുൻകൈയൊക്കെ കാണിക്കുന്നെങ്കിലും ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കൂടെ ആയിരുന്നെങ്കിൽ രസമായിരുന്നു. ചെറുപ്പക്കാരൻ മാത്രമല്ല, കുറച്ചുകൂടെ നമുക്ക് ഒരു തോമസ് ഐസക്കിന് നോർമലായിട്ട്
കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ അത്ര കൃത്യമായിട്ട് കാര്യമായിട്ട് അദ്ദേഹം നല്ല പ്രവൃത്തി ചെയ്യുമെന്നും അയാൾ നല്ല മിടുക്കനാണെന്ന് പറയാൻ ഉള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ തന്നെ ഇവിടെ മിനിഞ്ഞാന്ന് തൊട്ടൊക്കെ ഒരു സംസാരം ഉണ്ടായി. ഇദ്ദേഹത്തിന്റെ ഈ കേസുകളിലൊക്കെ ED വിളിക്കുന്നതും എടുക്കുന്നതും ഇദ്ദേഹം ഒരു കോമഡി പോലെ ED വിളിച്ച പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു ജനാധിപത്യത്തിലൊക്കെ ഉള്ള തെറ്റായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ അവരെന്താണെന്ന് സംസാരിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പം കെജ്രിവാളിന്റെ പോലെയൊക്കെ തന്നെ കണ്ടില്ലേ, ഇടിയൊക്കെ ഒരുപാട് കാലമായിട്ട് ഇവർക്ക് എല്ലാവരും കേസ് അന്വേഷിക്കുന്നു. ആകത്തപ്പോൾ സ്വാഭാവികമല്ലേ പ്രതികരണം? ഓക്കേടാ, ഇപ്പൊ ഇതന്നെ 9 പ്രാവശ്യം വിളിച്ചിട്ട് ചെല്ലാൻ അവസാനം വിളിച്ചു. അപ്പം നമ്മളൊരു സംസാരിക്കുമ്പം അവരൊരു കുറച്ചുകൂടെ ഈ രാഷ്ട്രീയക്കാരല്ലേ, അവർ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരല്ലേ, അവരിത് കളിയാക്കി സംസാരിക്കുന്നു, പിന്നെ വന്നിട്ട് നാണം കെട്ട് സംസാരിക്കുന്നു, പിന്നെ ട്രോള് എല്ലാത്തിലും കാണിക്കുന്നു. അങ്ങനെ ഒരു കാര്യമൊക്കെ നിൽക്കുന്ന ഒരു സംഭവം. പിന്നെ ഇപ്പോഴത്തെ ഇലക്ഷൻ ഇവിടെ പത്തനംതിട്ട നോക്കുമ്പോൾ ഇവർ 3 പേരും ഒരു ലെവലിലേക്കായി. അത് ശക്തമായ ഒരു ത്രികോണ പോരാട്ടം വോട്ട് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും രസമായി. ഇപ്പം ഇവിടെ ആരെങ്കിലൊക്കെ ആർക്ക് വേണമെങ്കിലും ജയിക്കാം എന്നുള്ളൊരു ചാൻസിലേക്ക് എത്തി. അത് നല്ലൊരു ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും ആരാണ്ട് പറയുന്ന പോലെ ഒരു രസകരമായ ഒരു നീക്കമായി ഇപ്പൊ കാണുന്നത്. കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും പ്രതീക്ഷ. ഇതിപ്പം പിന്നെ വോട്ടെണ്ണുമ്പം ഇവിടെ എല്ലാവരും ഇപ്പൊ ശ്രദ്ധിക്കും. നേരത്തെ UDF ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലത്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു പ്രതീക്ഷ വന്നതെന്ന് പറയാം. അത് നല്ലൊരു ജനാധിപത്യ ഒരു രസകരമായ ഒരു കാര്യമായിട്ട് വന്നേക്കുക. അത് നല്ല കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഇലക്ഷനിൽ എല്ലാവരും പറയുന്ന പോലെ ഈ പിന്നെ നമ്മുടെ വികസനമൊക്കെ കഴിഞ്ഞു. വികസനം ഇപ്പം ആരും ചർച്ച ചെയ്യാനൊന്നുമില്ല. ഇപ്പം കുറച്ച് പേര് പറയുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് എല്ലാവർക്കും വ്യക്തമായി തന്നെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അതിപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞാലും, ഞാനും ഒരു രാഷ്ട്രീയത്തിൽ തന്നെ, ഞാനിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാലും നമുക്കറിയാം നമ്മൾ രാഷ്ട്രീയത്തിൽ തന്നെ വോട്ട് ചെയ്യും. പിന്നെ വല്ല നിഷ്പക്ഷം എന്ന് പറയാൻ എന്ത് നിഷ്പക്ഷം, കുറച്ച് വോട്ട് മാറി കിട്ടും, പിന്നെ അതല്ല വേറൊന്നുമില്ല. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നല്ല രസമായിട്ട് വരുമെന്നാണ് ധാരണ. കാര്യം എന്ന് പറഞ്ഞാൽ ആന്റോണിയുടെ ആദ്യത്തെ ഈസിയോ ആക്കോറല്ല അനിൽ ആന്റണി ആദ്യം വന്നപ്പോൾ. പക്ഷെ ഇപ്പൊ അനിൽ ആന്റണിയെ കുറിച്ചും എല്ലാം ഒരു നല്ല ലെവലായി. ആ സമയത്താണ് നമ്മൾ പറയുന്നത് മറ്റുള്ള ഇതിൽ ഐസക്കിന് പകരമായിട്ട് വേറൊരു നല്ലൊരാളോട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആവശ്യമാക്കാം. എന്തായാലും അദ്ദേഹം ഒരു ത്രികോണ പോരാട്ടം, ശക്തമായ ത്രികോണ പോരാട്ടം, ആർക്കും അങ്ങനെ ഒരു വിജയം ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. അവിടെ